ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജീൻ ജാക്വസ് റൂസോയെ കുറിച്ചിട്ടാണ്. റൂസോ വാസ് ഫേമസ് സ്വിസ് ഫിലോസഫർ of 18th century who was explained his views about social contract theory in his famous book Social Contract. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കിലാണ് അദ്ദേഹം സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1762 ആണ്. Like Hobbes and Locke, Rousseau also accepted that before the state came into existence, the man was living in a state of nature, in which he had peaceful and comfortable life. തോമസ് ഹോബ്സിൻ്റെയും അതുപോലെ ജോൺ ലോക്കിൻ്റെയൊക്കെ തന്നെ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണും. സോ ഈ റൂസോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും മറ്റ് രണ്ട് തിങ്കേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു റൂസോ അന്നത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് ആക്ച്വലി ക്വൈറ്റ് നൈസ് എന്നാണ് പറയുക. ലൈഫ് വാസ് ഈസി, ലിറ്റിൽ വർക്ക് വാസ് നീഡഡ്, ഫുഡ് വാസ് പ്ലെൻറ്റിഫുൾ. അന്നത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിരിക്കും. അതുപോലെ മെൻ വാസ് എ ഗുഡ് ഹ്യൂമൻ ആയിരുന്ന കാലഘട്ടമായിരുന്നു അത്. വെരി നേച്ചർ ആൻഡ് ഹി ഹാഡ് സെൻസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് സിമ്പതി ടുവേർഡ്സ് ഫെല്ലോ ഹ്യൂമൻ ബീയിങ്സ്. ബട്ട് വെൻ റീസൺ ആൻഡ് ഇൻ്റലക്ട് ഡെവലപ്ഡ് എമംഗ് ദം ഇറ്റ് റീച്ച്ഡ് എ സെൻസ് ഓഫ് മൈൻഡ് ആൻഡ് ടൈം എമംഗ് ദം, ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ പീസ്ഫുൾ ലൈഫ് ബിക്കെയിം അൺപീസ്ഫുൾ. അതായത് അന്നത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണ്, ഇൻ്റലക്റ്റ് അതുപോലെ റീസണൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പോപ്പുലേഷനൊക്കെ കൂടുകയാണ്, ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി വരികയാണ്. ആ ഒരു സമയത്താണ് ദാറ്റ് ക്രിയേറ്റഡ് സെൻസ് ഓഫ് മൈൻഡ് ആൻഡ് ടൈം എമംഗ് ദം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ഭയങ്കര സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ഫിയർലെസ് ആയിട്ടുള്ള, സിമ്പിൾ ആൻഡ് പീസ്ഫുൾ ലൈഫാണ് അന്നത്തെ സമയത്ത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോപ്പുലേഷനും ഫാമിലി കാര്യങ്ങളൊക്കെ തന്നെ വന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നമുണ്ടായി. ദി മാൻ ഹാഡ് ബിക്കം ഗ്രീഡി ആൻഡ് സെൽഫിഷ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് ഓഫ് നേച്ചർ റൂസോ പറയുന്നത് ഒരു ഗോൾഡൻ പീരീഡ് എന്നാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഈ ഫാമിലി കാര്യങ്ങളൊക്കെ വന്ന ശേഷം, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വന്ന ശേഷം ഒരുപാട് ആൾക്കാർ സെൽഫിഷും ഗ്രീഡി ആയിട്ട് മാറാൻ തുടങ്ങി. And they know about the importance of land, and he started to accumulate more and more land according to Rousseau. The man who had established his control on a piece of land for the first time was the ഒറിജിനേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒറിജിനേഷൻ എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ കൺട്രോൾ ഒരു പീസ് ഓഫ് ലാൻഡിൽ വരുത്തുന്ന ശേഷമാണ് അവിടെ ഒരു സ്റ്റേറ്റിൻ്റെ ഒറിജിൻ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. The other people had accepted this. As a result of this, the noble savage man became selfish, and the feeling of mine and thine had developed among them. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്താണ്, അക്കോർഡിംഗ് ടു റൂസോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് എന്താണ്, അക്കോർഡിംഗ് ടു റൂസോ സോഷ്യൽ കോൺട്രാക്റ്റ് എന്താണെന്നാണ്. നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആയിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നൗ ഇറ്റ് ഹാഡ് ബിക്കം നെസസറി ഫോർ ദി പീപ്പിൾ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ്. അതായത് അവിടെ ദേ കെപ്റ്റ് ഫൈറ്റിംഗ് എമംഗ് ദംസെൽസ്. അതായത് ഇപ്പോൾ ഒരു സെൽഫിഷും ഗ്രീഡി ആയിട്ടുള്ള രീതിയിലൊരു നേച്ചർ വന്ന ശേഷം ഫൈറ്റിംഗ് എമംഗ് ദംസെൽസ് അവർ വളരെയധികം വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ഹാഡ് ക്രിയേറ്റഡ് ദ സിറ്റുവേഷൻ ഓഫ് മൈറ്റ് ഈസ് റൈറ്റ്. നൗ ഇറ്റ് ഹാഡ് ബിക്കം നെസസറി ഫോർ ദി പീപ്പിൾ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളൊരു കാര്യമാണ് പീപ്പിളിന് അവിടെ വേണ്ടി വരുന്നത്. സോ ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ് നേച്ചർ വിത്ത് ഹിസ് പർപ്പസ് ഇൻ ഹിസ് മൈൻഡ് that people had entered into a social contract by which they had given all their rights to collective will. നമ്മൾ സോഷ്യൽ കോൺട്രാക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു കളക്റ്റീവ് വില്ലായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിൽ, എന്താണ് ജനറൽ വിൽ, എന്താണ് ആക്ച്വൽ വിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആക്ച്വൽ വില്ല് എന്ന് പറയുന്നത് സെൽഫിഷ് ആയിട്ടുള്ള രീതിയിലുള്ള അവരുടെ ആവശ്യങ്ങളെയാണ്. റിയൽ വില്ല് എന്ന് പറയുന്നത് റേഷണൽ ആയിരിക്കും, അതായത് മറ്റുള്ളവരെയൊക്കെ പരിഗണിച്ചുള്ള രീതിയിലായിരിക്കും റിയൽ വില്ല് ഉണ്ടാവുക. ഈ ജനറൽ വില്ല് എന്ന് പറയുന്നത് കൺസോളിഡേഷൻ ഓഫ് റിയൽ വില്ലാണ്. ഈ റേഷണൽ വില്ലുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു റിയൽ വില്ല്, അതായത് ജനറൽ വില്ല് ഉണ്ടാകുന്നത്.
So, according to Rousseau, the people had not given their rights to a particular person or a group of person, rather these were given to a general will. അതായത് അവരുടെ ഈ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഒരു പർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ ഒരു മൊണാർക്കിനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും അല്ല, ഒരു ഗ്രൂപ്പിനോ അല്ല അവർ കൊടുക്കുന്നത്, ഈ വില്ലിലേക്കാണ് അവർ കൊടുക്കുന്നത്. അതായത് ഒരു ജനറൽ വില്ലായിട്ട് മാറുകയാണ്, വിച്ച് ഇൻക്ലൂഡഡ് ദ വിൽ ഓഫ് ഓൾ. ആ ഒരു ജനറൽ വിൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനറൽ വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിഡേഷൻ ഓഫ് റിയൽ വില്ലാണ്, അതായത് റാഷണൽ ആയിട്ടുള്ള വില്ലുകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു വിൽ ഓഫ് ഓൾ ആയിട്ട് മാറാണ്. റൂസോ ഒരു സപ്പോർട്ടർ ഓഫ് പോപ്പുലർ സോവറിനിറ്റി ആണെന്ന് പറയാം, ആൻഡ് വാസ് ഇൻ എ ഫേവർ ഓഫ് ഗിവിങ് സോവറിനിറ്റി ടു എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ അദ്ദേഹം ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിന് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സോവറിനിറ്റി കൊടുക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബട്ട് ടു ഓൾ ദ പീപ്പിൾ ലിവിങ് ഇൻ ദ സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റിലെ എല്ലാവർക്കും പോപ്പുലർ സോവറിനിറ്റി ആണ് കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാ സിറ്റിസൻ്റെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനറൽ വില്ലായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ജനറൽ വില്ലിൻ്റെ ഡിസൊബീഡിയൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം പെനാൽറ്റി കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് കിട്ടും. സോ ഈ ഒരു റൂസോൻ്റെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് എ ഗോൾഡൻ ഏജ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഗോൾഡൻ ഏജിലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഗോൾഡൻ ഏജ് എന്ന് പറയാനുള്ള റീസൺ എന്ന്. അതുപോലെ ഈച്ച് ഇൻഡിവിജ്വൽ വാസ് പാർട്ട്ലി ടു കോൺട്രാക്ട്. So, according to Rousseau, the social contract was made by all living in the state of nature, meaning thereby that every individual was party to contract, and through this contract, the power to rule over themselves were given to an individual, not given to an individual or a group of individuals. Rather than these were given to a general will, which was the common will of all, as it is included the will of all. അതാണ് അതിൽ പറയുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽ വാസ് പാർട്ട്ലി ടു ദി കോൺട്രാക്ട്. അതുപോലെ തന്നെ ജനറൽ വിൽ വാസ് ദ സം ടോട്ടൽ ഓഫ് റിയൽ വിൽ ഓഫ് പീപ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അതുപോലെ സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ക്രിറ്റിസിസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ തിയറി ആണെന്ന് പറയാം. അതായത് മോസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് തിയറി ആർ ബേസ്ഡ് ഓൺ പ്യുവർ ഇമാജിനേഷൻ. പ്യുവർ ഇമാജിനേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ റൂസോ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡിസ്റ്റിംഗ്വിഷ് ദ റിയൽ വിൽ ആൻഡ് ആക്ച്വൽ വിൽ ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ റിയൽ വില്ലും ആക്ച്വൽ വില്ലും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷണൽ ആണ്, ആക്ച്വൽ വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫിഷ് ആണ്. സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ റിയൽ വില്ലും ആക്ച്വൽ വില്ലും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത് അബ്സല്യൂട്ടിസം ആണ് എൻകറേജ് ചെയ്യുന്നത്. അതുപോലെ പവർ ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കിതിൻ്റെ ക്രിറ്റിസിസത്തിന് കൂടി പറയാം. സോ അടുത്ത് വരുന്ന വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ റൂസോയുടെയും അതുപോലെ തന്നെ ജോൺ ലോക്കിൻ്റെയും തോമസ് ഹോബ്സിൻ്റെയും ഒക്കെ തന്നെ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറീനെ ബേസ് ചെയ്തിട്ടൊരു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ 3 ഓഫ് ദം. അതായത് നമുക്കിപ്പോൾ അതിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റും അവരുടെ സ്റ്റേറ്റ് ഓഫ് നേച്ചറും ഹ്യൂമൻ നേച്ചർ റിലേറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് പറയാം. അത് നമുക്കങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അടുത്ത വീഡിയോയിൽ കാണാം.